എല്ലാ വിഭാഗം ജനങ്ങളും റെപ്രസെൻറ്റേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ജാതി മതം എന്ന് മാത്രമല്ല. ഇപ്പൊ സ്ത്രീകൾ, ഈ മന്ത്രിസഭയുടെ ഏറ്റവും കുറവ് ഞാൻ കാണുന്നത് ഈ ഒരു വനിതാ മുഖ്യമന്ത്രി വരെ ആവണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പൊ വനിതകൾക്ക് കഷ്ടിച്ച് 2.5 മന്ത്രിസ്ഥാനമുള്ളൂ. 2 മന്ത്രിയും ഒരു അരമന്ത്രി, ഡെപ്യൂട്ടി സ്പീക്കർ. ഞാൻ അങ്ങനെ കാണുള്ളൂ. 2.5 മന്ത്രിയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഇപ്പൊ ജയിച്ചവരിൽ തന്നെ 10-11 സ്ത്രീകളെ ആകെ ഉള്ളൂ. അപ്പോ അതെന്തുകൊണ്ട് വന്നില്ല? അതുകൊണ്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. 50% സ്ത്രീകളുണ്ട് കേരളത്തിൽ, 50 കൂടുതലുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളൊക്കെ 50% റിസർവേഷൻ വെച്ച് നടന്നു വരുന്നതാണ്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ ഒക്കെ അവർ ഭരിക്കുന്ന. അപ്പൊ അങ്ങനെ ആളില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോഴും ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ കഴിയാത്ത ഒന്ന് സ്ത്രീകളാണ്. അതിലെനിക്ക് തോന്നുന്നു ആകെ വ്യത്യാസം വരുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് മമതയാണ്. ഒരു തോറ്റുപോയെങ്കിലും ഇപ്പോഴും അവരുടെ ജയിച്ചവരിൽ വലിയൊരു പങ്ക് വനിതകളാണ്. വേറൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല.